വന്ദേ ഗുരോ ശ്രീ ചരണാരവിന്ദം വന്ദേ ഗുരോ ശ്രീ. പ്രഭുപാദിന്റെ ലീലാമൃതയിൽ വായിച്ച ഒരു കാര്യമാണ്, വോളിയം 7 അതിലുള്ള ശ്രീല പ്രഭുപാദ് മോൺട്രയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉള്ളതാണ്, കാനഡയിൽ. അന്ന് ആ ടെമ്പിൾ വളരെ ദാരിദ്ര്യമുള്ളൊരു അവസ്ഥയിലായിരുന്നു. ഈ റെന്റ് കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പ്രഭുപാദ് അവിടെ എത്തിയത്. അപ്പോൾ പ്രഭുപാദ് ഇങ്ങനെ പല രീതിയിൽ അതെങ്ങനെ അതിൻ്റെ സാമ്പത്തിക നില ഉയർത്താം എന്നൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആദ്യമായിട്ട് ഈ മൂവ്മെന്റിൽ ഫസ്റ്റ് ഒരു ഇന്ത്യക്കാരൻ വരുന്നത്. ആദ്യമായിട്ട് വന്ന ഇന്ത്യക്കാരൻ ഗോപാൽ എന്ന് പറഞ്ഞു. പിൻകാലത്ത് അദ്ദേഹം ഗോപാലകൃഷ്ണ ഗോസ്വാമി മഹാരാജായിട്ട് മാറി. അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് വരികയും ഹെൽപ്പ് ചെയ്യാനൊക്കെയുള്ള തയ്യാറായിട്ട് വരികയും ചെയ്തു. അപ്പം അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഒരു ആത്മീയതയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വേറൊരാൾ വന്നു, മുഖർജി എന്ന് പറഞ്ഞാൽ, അയാൾ ഫ്രണ്ടാണ്. അപ്പം ഇദ്ദേഹം ഇങ്ങനെ പ്രഭുപാദിനെ കണ്ടപ്പോഴും ഒക്കെ ഈ മുഖർജി പറഞ്ഞു, ഞാൻ പല പല സാധുക്കളെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ ഒരു സാധു ഏറ്റവും ഉന്നതമായ സാധുവായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് മുഖർജി ഗോപാലിനോട് പറഞ്ഞു. അപ്പൊ തന്റെ സുഹൃത്തിന്റെ ആ ഒരു എൻഡോഴ്സ്മെന്റ് കിട്ടിയപ്പോഴത്തേന് പിന്നെ സ്ഥിരമായിട്ട് ഗോപാൽ വരാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം നിരന്തരം ഈ എല്ലാ പ്രോഗ്രാമിനും അറ്റൻഡ് ചെയ്യുകയും എല്ലാ ചർച്ചകളിലും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തപ്പം പ്രഭുപാദ് അദ്ദേഹത്തിനെ ഒരു ആശ്രമത്തിലെ ഇൻമേറ്റിനെ പോലെ തന്നെ കരുതി അദ്ദേഹത്തിനെ എല്ലാ കാര്യവും ഏൽപ്പിച്ചു തുടങ്ങി. പിന്നെ അങ്ങനെ നടന്നിരുന്ന സമയത്ത് ഒരു ദിവസം അവർക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ചർച്ചിന്റെ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പ്രഭുപാദ് ഇങ്ങനെ ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം പ്രഭുപാദ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് ഈ മുഖർജി എണ്ണിച്ചിട്ട്, ഇത്രയും നാൾ വളരെ റെസ്പെക്റ്റോടുകൂടി പ്രഭുപാദിനെ കണ്ടുകൊണ്ടിരുന്ന മുഖർജി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ ഒരു പള്ളിയിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്നിങ്ങനെ പറയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പ്രഭുപാദിനെ അങ്ങ് വഴക്ക് പറയാൻ തുടങ്ങി. വീണ്ടും അദ്ദേഹത്തിന് തന്റെ ദേഷ്യം അടക്കാൻ പറ്റാതെ സംസാരിച്ചുകൊണ്ടിരുന്നു. മറ്റു ഡിവോട്ടീസിനെ കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യമായി ഇദ്ദേഹത്തിനോട്. പക്ഷെ പ്രഭുപാദ് ഒന്നും പറയാത്തത് കൊണ്ട് അവരൊന്നും പറഞ്ഞില്ല. പ്രഭുപാദ് ആണെങ്കിൽ മിണ്ടാതെ ജസ്റ്റ് കേട്ടോണ്ടിരുന്നു, ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഇത്രയും ഘോരഘോരമായിട്ട് പറഞ്ഞിട്ടും പ്രഭുപാദ് മിണ്ടാതെ ഇരുന്ന് കേൾക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പ്രഭുപാദ് വേറൊരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് പറഞ്ഞ് അതങ്ങ് ഇതാക്കി. പിന്നെ മുഖർജി പ്രഭുപാദിനെ കാണാനായിട്ട് വന്നിട്ടില്ല. പക്ഷെ 3 ദിവസം കഴിഞ്ഞ് പ്രഭുപാദ് ഗോപാലിനെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ മുഖർജിയെ കാണാറില്ലല്ലോ, അദ്ദേഹത്തിനെ വിളിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ ഗോപാലിന് അതിശയായി. അദ്ദേഹം പറഞ്ഞു, മുഖർജി വളരെയധികം അസൂയാലുവാണ്, ഈർഷ്യാലുവാണ്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ അദ്ദേഹം വീണ്ടും ഒഫൻസ് ചെയ്യും പ്രഭുപാദ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ പ്രഭുപാദ് അദ്ദേഹത്തിനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഗോപാല് പറഞ്ഞു. അപ്പം ശ്രീല പ്രഭുപാദ് ആ സമയത്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് നീ മൈൻഡ് ചെയ്യണ്ട. ചിലപ്പം കഴിഞ്ഞ ജന്മത്തിൽ എപ്പോഴോ ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും അപരാധം ചെയ്തിട്ടുണ്ടാവും, അത് അദ്ദേഹം തിരിച്ച് എന്നോടിങ്ങനെ പ്രതികരിക്കുന്നതാവും. അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട, അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് പറഞ്ഞു. പിന്നെ വന്നോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ സരസ്വതി മഹാരാജ് പ്രഭുപാദിന്റെ ആ മൂഡ് പറഞ്ഞു തരികയാണ്. ഒരു പരിശുദ്ധ ഭക്തൻ തനിക്ക് വരുന്ന എന്ത് ഇൻസൾട്ട് ആയാലും അത് തന്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്, മറ്റാരും കാരണമല്ല തനിക്ക് ഇൻസൾട്ട് വന്നിരിക്കുന്നത്. താൻ കഴിഞ്ഞ ജന്മത്തിലോ കഴിഞ്ഞ സമയത്തോ ചെയ്തതിന്റെ പ്രതികരണം മാത്രമാണ് എന്നുള്ള എന്ത് പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം താൻ തന്നെ ഏറ്റെടുക്കും. അതാണ് ഒരു പരിശുദ്ധ ഭക്തന്റെ നിലവാരം എന്നുള്ളത് പ്രഭുപാദിന്റെ ഈ ഉദാഹരണത്തിലൂടെ സരസ്വതി മഹാരാജ് നമുക്ക് പറഞ്ഞു തരാം.